ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഡോനറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ബേക്ക്ഡ് ഡോനറ്റാണ്. LG ഓവൻ്റെ ഒരു സീരീസ് എന്ന ഇതിലാണ് ഞാൻ ഈ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും എല്ലാ ഓവനുള്ളവർക്കും എല്ലാ തരത്തിലുള്ള ഓവനിലും ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോനറ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാം. അതിനു വേണ്ടി ഇളം ചൂടുള്ള അതായത് വാം മിൽക്ക് എടുത്തിട്ട് നമ്മളൊന്ന് വിരലൊക്കെ തട്ടി നോക്കുമ്പോൾ ഒരു ചൂട് തോന്നുന്ന വിധത്തിലുള്ള ആ ഒരു പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഡോനറ്റിൻ്റെ അളവിന് ആ ഒരു ഇളം മധുരം ആവശ്യമാണ്. അതുകൊണ്ട് പാലും ഒരു നുള്ളു ഉപ്പും പിന്നെ ഈസ്റ്റ് ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യുവാനായി ഒരു 5 മിനിറ്റ്സ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ബീറ്ററിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡോ റെഡിയാക്കുന്നത്. പലർക്കും ഈ ഹുക്കിൻ്റെ ഉപയോഗം അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അത് എങ്ങനെയാണ് ബീറ്ററിൽ സെറ്റ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. എൻ്റേത് മാത്രമല്ല പല മെഷീനും ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഈ ക്ലിപ്പ് ഒന്നിന് സാധാരണ പോലെയുള്ള ക്ലിപ്പേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ മറ്റേതിന് ഒരു ചെറിയ മാറ്റമുണ്ട്. അത് നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ രണ്ടും മാറ്റിയിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കിയാൽ അത് കറക്റ്റായി ഫിക്സ് ആവത്തില്ല. അതുകൊണ്ട് അതിൻ്റെ പിക്ചർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ആ 2 ഹുക്കും മാറ്റിയിട്ട് ആ ഒരു കൂടുതൽ എക്സ്ട്രാ ആയിട്ട് ഒരു റൗണ്ട് വരുന്ന ആ ഒരു ഹുക്കിൻ്റെ കറക്റ്റ് പ്ലേസിൽ തന്നെ ആ ഒരു ഹുക്ക് പോയിൻ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ അത് ഫിറ്റായി നിൽക്കത്തുള്ളൂ. ഇനി ഇതിപ്പോൾ ഞാനിവിടെ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് ഇരിക്കുകയാണ്. ഇത് വീഡിയോ ഫാസ്റ്റാക്കിയത് കൊണ്ടാണ് ഫാസ്റ്റായി തോന്നുന്നത്. ഞാൻ 3 എന്നുള്ള ആ ഒരു സ്പീഡിലാണ് ബീറ്റ് ചെയ്തത്. എൻ്റെ ബീറ്ററിൽ 7 വരെ ഉണ്ടായിരുന്നു. അതിൽ 3 ഞാൻ ഇത് ബീറ്റ് ചെയ്യാൻ എടുത്തുള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മൈദ മുഴുവനായി ഒന്ന് മിക്സ് ആവുന്നത് വരെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ല എങ്കിൽ വനസ്പതിയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ചുകൂടി മൈദമാവ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് ലൂസായത് കൊണ്ടാണ്. ഇതടിക്കുമ്പോൾ ആ മെഷീൻ ഒന്ന് ചൂടായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കൈകൊണ്ട് കുറച്ച് പൊടി കയ്യിൽ തൂവിയിട്ട് ഇതൊന്ന് മാവ് സെറ്റ് ചെയ്ത് വെക്കണം. സാധാരണ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ബോളായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നനഞ്ഞ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായി വെക്കാം. ഇതിപ്പോൾ നന്നായി ഫെർമെൻറ്റായി പൊങ്ങി വന്നിട്ടുണ്ട് എൻ്റെ ഡോ. 4 മണിക്കൂറിന് ശേഷമാണിത്. ഞാൻ ഇളം ചൂടുള്ള അതായത് ഗ്യാസിനെ അടുത്ത് തന്നെയാണ് വെച്ചത്. അതുകൊണ്ട് ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടവൽ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും അത് പുറത്തേക്ക് വരുന്ന വിധത്തിൽ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഒന്ന് സെറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അധികം ഫോഴ്സ് ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് വേണം മാവ് പുറത്തേക്ക് എടുക്കുന്നത്. ഇനി ഇതിലെ എയർ ഹോൾസ് ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഒന്ന്
ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ എയർ ഹോൾസ് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ തൂവിയിട്ട് വെജിറ്റബിൾ ഓയിൽ ഇത് പരത്തിയെടുക്കുകയാണ്. നല്ല തിക്കായിട്ടാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. ഇതൊന്ന് പാർട്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഓരോ പീസും ഇതുപോലെ ചെറിയ ബൗൾസ് ആക്കിയതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ പരത്തിയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നടുവിലെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഷേപ്പിലാക്കിയതിന് ശേഷം ഇത് 1 മണിക്കൂറേക്ക് നനഞ്ഞ തുണി കൊണ്ട് ഒന്നുകൂടി കവർ ചെയ്ത് വെക്കണം. ഇതിപ്പോൾ 1 hour ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റഡ് ആയ ഓവനിലേക്ക് 15 മിനിറ്റ് കൺവെക്ഷൻ മോഡിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം. ഇനി ഡോനറ്റ് ഡിപ്പ് ചെയ്യുന്നതിനുള്ള ആ സിറപ്പ് ഉണ്ടാക്കാം. പൗഡേർഡ് ഷുഗറും അതിലേക്ക് കുറച്ച് പാലും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ്. അതിലും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോനട്ടാണ്. നല്ല ഫ്ലഫിയുമാണ്. ബേക്ക് ചെയ്തെന്ന് കരുതി ഓയിൽ ഫ്രൈ ചെയ്തതിനേക്കാളും നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.